നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. കോണ്ടംപററി ഇന്ത്യ എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റിന്റെ പേര് പാർട്ടീഷൻ ആൻഡ് ഇറ്റ്സ് ആഫ്റ്റർമാത്ത്, അതായത് ഇന്ത്യ വിഭജനവും അതിനുശേഷമുള്ള സംഭവ വികാസങ്ങളെ കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവും അതിന്റെ തീക്ഷ്ണമായിട്ടുള്ള ഒരു കാലഘട്ടവും ഒക്കെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിലും മറ്റുമൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു വലിയ മുറിവോട് കൂടിയാണെന്ന് നമുക്കറിയാം. ഇന്ത്യ സ്വതന്ത്രമാകുന്നത് ഇന്ത്യയും പാകിസ്ഥാനും എന്ന രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളായിട്ട് ഇന്ത്യയെ വിഭജിച്ചുകൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. 1947 ഓഗസ്റ്റ് മാസം 14 അർദ്ധരാത്രിയിലാണ് ഈ ഒരു മഹത്തായ സംഭവം ഉണ്ടാകുന്നത്. അപ്പൊ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഇന്ത്യ വിഭജനത്തെ കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യ പാകിസ്ഥാൻ എന്നും ഇന്ത്യ എന്നും രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് പാകിസ്ഥാൻ ഈ ഒരു വിഭജനത്തിന് രാഷ്ട്രീയവും മതപരവും സാമൂഹികവുമായിട്ടുള്ള ഘടകങ്ങൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വിഭജനത്തിന്റെ പ്രധാനപ്പെട്ട ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലം എന്താണെന്നാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എങ്ങനെയാണ് ഇന്ത്യ പാക് വിഭജനം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അത് ഒന്നോ രണ്ടോ ദിവസത്തെ അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല എന്ന് നമുക്ക് മനസ്സിലാവും. കാലങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് ബ്രിട്ടീഷുകാർ ഇവിടെ ഫോളോ ചെയ്തിരുന്ന അവരുടെ നയം, ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ആ ഒരു നയം, അതിന്റെ ഒരു പരിണത ഫലമായിട്ടാണ് ഇങ്ങനെയൊരു ഇന്ത്യ വിഭജനം എന്ന ഒരു വലിയ മുറിവ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവരുടെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് ഭരണകൂടം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്കിടയിലുള്ള ഐക്യം തകർക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. സാമുദായിക വൈരം ഇവർക്കുള്ളില് കുത്തിനിറക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ഉപോത്പലകമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം അവർ സൃഷ്ടിച്ചെടുക്കുന്നതിലും സദാ ജാഗരൂകരായിരുന്നു ബ്രിട്ടീഷുകാർ. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് തന്നെയായിരുന്നു ഇന്ത്യ പാക് വിഭജനം എന്ന് പറയുന്നത്. ഇനി ഇതിന് പെട്ടെന്ന് നേരിട്ടൊരു ഡയറക്റ്റ് ആയിട്ടൊരു കാരണമായിട്ട് ഭവിച്ചത് മുസ്ലിം ലീഗിന്റെ രൂപീകരണമായിരുന്നു. 1906 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടു. അപ്പൊ ഇത് സമൂഹത്തിന്റെ മുസ്ലിം സമൂഹത്തിന്റെ രാഷ്ട്രീയ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊള്ളുന്നത്. പിന്നീട് ഇത് പ്രത്യേകിച്ച് ഒരു മുസ്ലിം രാഷ്ട്രത്തിനായിട്ടുള്ള ആവശ്യം ഉന്നയിക്കാൻ തുടങ്ങുന്നതോടുകൂടിയാണ് പ്രശ്നം ആരംഭിക്കുന്നത്. ഇനി ദ്വിരാഷ്ട്രവാദം, അതായത് ടു നേഷൻ പോളിസി, ഈ ഒരു ഇന്ത്യ വിഭജനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു തത്വമായിരുന്നു ദ്വിരാഷ്ട്രവാദം എന്ന് പറയുന്നത്, ടു നേഷൻ പോളിസി അല്ലെങ്കിൽ ടു നേഷൻ തിയറി എന്ന് പറയുന്നത്. മുഹമ്മദ് അലി ജിന്നയാണ് ഈ ഒരു സിദ്ധാന്തത്തിന്റെ വക്താവ്. അപ്പൊ ഇദ്ദേഹം ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് വ്യത്യസ്ത എൻറ്റിറ്റി ഫോളോ ചെയ്യുന്ന വിഭാഗങ്ങളാണെന്നും അതുകൊണ്ട് ഇവർക്ക് രണ്ട് വ്യത്യസ്ത രാഷ്ട്രങ്ങളാണ് അഭികാമ്യം എന്നും വാദിക്കുന്ന ഒരു കാര്യമാണ് ഈ ദ്വിരാഷ്ട്രവാദത്തിൽ പറയുന്നത്. അപ്പോൾ ഹിന്ദു മെജോറിറ്റി ഉള്ള ഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയും അതുപോലെ തന്നെ മുസ്ലിം മെജോറിറ്റിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാനെ രൂപീകരിക്കണം എന്നതായിരുന്നു ജിന്നയുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്. ഇനി കോൺഗ്രസിനും ലീഗിനും ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് ഭിന്നതകളുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ആശയപരമായിട്ടുള്ള സംഘടനകള്, അത് നേതൃപരമായിട്ട് അത് സെറ്റിൽ ചെയ്യുന്നതിലുണ്ടായ പരാജയങ്ങള്, പിന്നീട് ഉണ്ടായിട്ടുള്ള മറ്റു സംഭവങ്ങളെല്ലാം കൂടെ അതിന്റെ ഒരു കൾമിനേഷൻ ആയിരുന്നു ഇന്ത്യ പാക് വിഭജനം എന്ന് പറയുന്നത്. ഇത് അധികാരം പങ്കിടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ധാരണയിലെത്താൻ അന്ന് നേതാക്കൾക്ക് സാധിക്കാതിരുന്നതും ഇന്ത്യ പാക് വിഭജനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി ഇത് പ്രശ്നങ്ങളെ വളരെയേറെ രൂക്ഷമാക്കുകയും ചെയ്തു. ഇനി 1940 ലാഹോർ റെസൊല്യൂഷൻ അവതരിപ്പിക്കപ്പെട്ടു. മുസ്ലിം ലീഗ് സ്വതന്ത്ര മുസ്ലിം രാഷ്ട്രം ആവശ്യപ്പെട്ടുകൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ള റെസൊല്യൂഷനെയാണ് നമ്മൾ ലാഹോർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. 1940 ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. ഇത് പാകിസ്ഥാന്റെ രൂപീകരണത്തിന് വഴിയൊരുക്കിയിട്ടുള്ള ഒരു പ്രമേയം അല്ലെങ്കിൽ ഒരു റെസൊല്യൂഷനാണ് ഈ ലാഹോർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കാലഘട്ടത്തിൽ ധാരാളം സാമുദായിക കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ആ അർദ്ധരാത്രിയിലെ ഗാന്ധിജി നവഗാലി എന്ന പ്രദേശത്തെ സാമുദായിക സംഘർഷം ഉണ്ടായിട്ടുള്ള വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട അതിന്റെ രൂക്ഷമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്ന നവഖാലിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ഗാന്ധിജി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സോ ഇങ്ങനെയുള്ള അനേകം
കമ്മ്യൂണൽ റൈറ്റ്സ് ഈ ഒരു കാലഘട്ടത്തിൽ പൊട്ടിപ്പുറപ്പെട്ടു. 1940-കളിലെ ഹിന്ദു മുസ്ലിം കലാപങ്ങൾ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വന്നിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയായിരുന്നു. അപ്പൊ ഇത് ജനങ്ങൾക്കിടയിൽ ഒരു ഭയം ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ പരസ്പരം ഒരു വിശ്വാസമില്ലായ്മ, ഒരു അവിശ്വാസം ജനങ്ങൾക്കിടയിൽ വളർത്തിയെടുക്കാനും ഇത് അവർക്കിടയിലെ യൂണിറ്റി തകർത്ത് പരസ്പര ബദ്ധവൈരികളായിട്ട് ഈ ഒരു ഒറ്റ ജനതയെ മാറ്റി എടുക്കുന്നതിനൊക്കെ ഇത് കാരണമായിട്ടുണ്ട്. വളരെ അപലപനീയമായിട്ടുള്ള അല്ലെങ്കിൽ സങ്കടകരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഇന്ത്യ പാക് വിഭജനം എന്ന് പറയുന്നത്. എന്തായാലും ഇത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഒരു അവസാന കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവങ്ങൾ നടക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 1905 ബംഗാൾ വിഭജനം നടന്നത് അല്ലെ. ഈ ബംഗാൾ വിഭജനം പക്ഷേ ആ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു മെച്ചം എന്ന് പറയുന്നത് അന്ന് ഒരു സാംസ്കാരിക നേതൃത്വത്തിന്, അന്ന് നിലവിലുണ്ടായിരുന്ന ടാഗോറൊക്കെ ഉൾപ്പെടെയുള്ള ആ ഒരു നേതൃത്വത്തിന് ഈ ഒരു കാര്യത്തെ വളരെ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഹിന്ദു മുസ്ലിം യൂണിറ്റി ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഈ 1905-കളിലെ ബംഗാൾ വിഭജനത്തിന്റെ കാലഘട്ടം. അന്നാണ് വന്ദേമാതരം ഒക്കെ പാടിയ ആളുകൾ ഹിന്ദു മുസ്ലിം യൂണിറ്റി പരസ്പരം രാഖി കെട്ടിക്കൊണ്ട് ഹിന്ദു മുസ്ലിം സഹോദരങ്ങൾ തമ്മിൽ കൈകളിൽ രാഖി അണിയിച്ചുകൊണ്ടൊക്കെ അവരുടെ ആ ഒരു സാഹോദര്യം ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള നടപടികളൊക്കെ നടന്ന ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു. അന്ന് പരസ്പര സ്നേഹത്തിന്റെയും അല്ലെങ്കിൽ രാഷ്ട്ര സ്നേഹത്തിന്റെയും ഒക്കെ സന്ദേശങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്ത്യ രാജ്യത്ത് പ്രചരിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടം കൂടിയായിരുന്നു 1905 എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നേരെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അതായത് ഈ 1947 കാലഘട്ടത്തിലെ ഇതിനെ കൃത്യമായിട്ട് സെറ്റിൽ ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതായിരുന്നു ഈ ഒരു വിഭജനത്തിന്റെ കാരണം, അല്ലെങ്കിൽ വിഭജനം ആയി വരാനുള്ള കാരണത്തിന്റെ ഒരു പരാജയം എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ ഇന്ത്യ വിടാൻ തീരുമാനിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് വന്നു ചേരുന്ന ഒരു നടപടിയായിരുന്നു അല്ലെ. ലോകത്തിന്റെ മൊത്തം ആഗോളതലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ രാഷ്ട്രീയം വളരെ കലുഷിതമാകുന്നുണ്ട്. 1949 മുതൽ 1945 വരെയുള്ള ആ ഒരു കാലഘട്ടം, രണ്ടാം ലോക യുദ്ധത്തിന്റെ കാലഘട്ടം, ഈ യുദ്ധത്തില് ബ്രിട്ടൻ സഖ്യകക്ഷികൾ വളരെയേറെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്ന ഒരു കാലഘട്ടമായിരുന്നു. ഒരു തിരിച്ചടികൾ നേരിട്ട കാലഘട്ടമാണ്. സോ ബ്രിട്ടൻ സ്വാഭാവികമായിട്ടും ഈ കൊളോണിയൽ നയങ്ങളൊക്കെ അല്ലെങ്കിൽ കൊളോണിയലിസ്റ്റ് പോളിസിയൊക്കെ നിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങാനുള്ള ശ്രമം നടത്തുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഇത്. ഇപ്പൊ ലോർഡ് മൗണ്ട് ബാറ്റൻ ഒരു ഇന്ത്യ വിഭജന പദ്ധതി ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ജൂൺ 3 പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണിത്. ഇനി എങ്ങനെയാണ് ഈ ഒരു വിഭജനത്തിന്റെ ഒരു പ്രോസസ് ഓഫ് പാർട്ടീഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. 1947 മൗണ്ട് ബാറ്റൻ പ്ലാന് അവതരിപ്പിക്കപ്പെടുന്നത്, മൗണ്ട് ബാറ്റൻ പദ്ധതി. അത് ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് സ്വതന്ത്ര രാഷ്ട്രങ്ങളായിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെടണം, ഡിവൈഡ് ചെയ്യപ്പെടണം എന്നുള്ളത് ഈ ആവശ്യം ഇങ്ങനെ കുറെ നാളുകളായിട്ട് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ത്യയെ വിഭജിക്കുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവ ഉൾപ്പെടുന്ന ഈ ഒരു വലിയ പ്രദേശം, നമുക്കറിയാം, നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷന്റെ കാലഘട്ടമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, ചരിത്രത്തിൽ പഠിക്കുമ്പോൾ, ഈ ഹാരപ്പൻ സൈറ്റുകൾ ചിതറിക്കിടക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ഈ പ്രദേശങ്ങളിലൊക്കെ ഒന്നിച്ചാണ്. അപ്പൊ ഇതൊരൊറ്റ സംസ്കൃതിയാണെന്നും ഒരു കാരണവശാലും ഇത് വിഭജിക്കപ്പെടേണ്ടതല്ലെന്നും ഇവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരൊറ്റ രാജ്യത്തിലെ മക്കളാണെന്നുമുള്ള ആശയമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊരിക്കലും വിഭജനത്തെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. എന്നാൽ കമ്മ്യൂണൽ റൈറ്റ്സ് ഭയങ്കരമായിട്ട് കൂടി വരുന്ന ഒരു സാഹചര്യത്തില് ഈ വിഭജനം നിർബന്ധമാണെന്നും വിഭജനമില്ലാതെ ഈ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും സെറ്റിൽ ചെയ്യപ്പെടുകയില്ല എന്നും ഇത് റിപ്പീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമെന്നുമുള്ള ഒരു കൺക്ലൂഷനിലാണ് മൗണ്ട് ബാറ്റൻ എത്തുന്നത്. ഈ ഒരു കൺക്ലൂഷന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സിറിൽ റാഡ്ക്ലിഫിനെ ഇന്ത്യയെ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്ത്യ വിഭജിക്കാനുള്ള അതിർത്തി രേഖ നിർണയിക്കുന്നതിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ വലിയൊരു വിരോധാഭാസം എന്ന് പറയുന്നത്, ഇദ്ദേഹം ഇന്ത്യ പരിചയമുള്ള ആളല്ല. ഇന്ത്യയിലെ പ്രദേശങ്ങളെ കുറിച്ചോ ഇന്ത്യയിലെ ജനങ്ങളെ കുറിച്ചോ ഇന്ത്യയുടെ സംസ്കാരത്തെ കുറിച്ചോ യാതൊരു അറിവുമുള്ള മനുഷ്യനായിരുന്നില്ല ഈ റാഡ്ക്ലിഫ് എന്ന് പറയുന്നത്. എന്തായാലും അദ്ദേഹമാണ് ഈ ഒരു ഇന്ത്യ പാക് അതിർത്തി രേഖ നിർണയിക്കുന്നത്. ഇപ്പൊ പഞ്ചാബും ബംഗാളും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വിഭജിക്കപ്പെടുകയാണ് ഉണ്ടായത്. തുടക്കത്തിൽ നമുക്കറിയാം മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളെ എല്ലാം പാകിസ്ഥാൻ എന്നും
ഈ ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളെല്ലാം ഇന്ത്യയും എന്ന് വിഭജിക്കുന്നു. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ബംഗ്ലാദേശ് അന്ന് ഈസ്റ്റ് പാകിസ്ഥാൻ അല്ലെങ്കിൽ കിഴക്കൻ പാകിസ്ഥാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ നോക്കൂ, ഒരു വലിയ വിശാലമായ ഒരു ഭൂപ്രദേശത്തിന്റെ ഒരു വിഭജനം നടക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗത്ത്, കിഴക്കു ഭാഗത്ത് ഒരു ചെറിയ ഭാഗവും പടിഞ്ഞാറ് ഭാഗത്ത് ഒരുപാട് വലിയ ഒരു ഭാഗവും ഉൾപ്പെട്ടുകൊണ്ട് ഒരൊറ്റ രാഷ്ട്രം, അതിന് നടുവിൽ ഒരു വലിയ പ്രദേശം കൊണ്ട് വിഭജിക്കപ്പെടുന്ന അത്രയും ഒരു വൈരുദ്ധ്യം ഈ ഒരു വിഭജനത്തിൽ നിലനിന്നിരുന്നു. പിന്നീട് ബംഗ്ലാദേശ് യുദ്ധം ഒക്കെ ഉണ്ടാകുന്നതും ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാഷ്ട്രമായിട്ട് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ ഇത് വിഭജിക്കപ്പെടുന്നതും ഒക്കെ ചരിത്രമാണ്. എന്തായാലും ഈ വിഭജനത്തിന്റെ കോൺസിക്വൻസസ് എന്താണെന്നും കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് വലിയ ജനസംഖ്യാപരമായിട്ട് വലിയ ഒരു മൈഗ്രേഷൻ ഈ ഒരു കാലഘട്ടത്തിൽ നടന്നു. തീർത്തും നിഷ്പക്ഷമായിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു ഗാന്ധിജി ഈ കാലഘട്ടത്തിൽ അത്രയും ഫോളോ ചെയ്തിരുന്നത്. അപ്പൊ ഇന്ത്യ പാകിസ്ഥാന് നൽകേണ്ട സാമ്പത്തിക വിഹിതം കൃത്യമായി നൽകണമെന്ന അദ്ദേഹത്തിന്റെ ആ ഒരു നയത്തില് അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത് ഇന്ത്യയുടെ ഒരു നൈതികത, അത് ഇന്ത്യയുടെ നൈതികത എന്ന് പറയുന്നത് ഓരോ ഇന്ത്യൻ പൗരന്റെയും ബാധ്യതയാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. പിന്നീട് ഈ ഒരു സമയത്ത് തന്നെയാണ് ഗാന്ധിജിയുടെ മാർട്ടേഡം ഉണ്ടാകുന്നത്. രക്തസാക്ഷിത്വം വരിക്കുന്നത് ഗാന്ധിജി. സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹം 1948 ജനുവരി 30 നാഥുറാം വിനായക് ഗോഡ്സെ അദ്ദേഹത്തെ ഡൽഹിയിലെ ബിർള മന്ദിറിൽ വെച്ച് അദ്ദേഹത്തെ വധിക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന്റെ മരണം രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. എന്നാൽ ഇദ്ദേഹത്തിന്റെ ആശയങ്ങളെ കൊല്ലാൻ ഗോഡ്സെക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു ഗാന്ധിയൻ ആശയങ്ങളുടെ പിൻബലത്തിൽ തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ ഒരു ഘട്ടത്തിൽ സെറ്റിൽ ചെയ്യപ്പെട്ടത്. എന്തായാലും നവഗാലിയിലൊക്കെ ഗാന്ധിജി ഈ ഒരു കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എക്കാലവും എടുത്തു പറയേണ്ട ഒന്നാണ്. ഇനി നവഗാലി കലാപത്തിന്റെ ഒരു പ്രത്യേക പശ്ചാത്തലമാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. അതായത് 1946 ബംഗാളിലെ നവഖാലി, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിൽ ഉൾപ്പെടുന്ന ഭാഗമാണ് ഈ നവഖാലി എന്ന് പറയുന്നത്. ഈ പ്രദേശത്ത് രൂക്ഷമായിട്ടുള്ള ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. നമുക്കറിയാം, ഈ നവഖാലി അല്ലെങ്കിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന പ്രദേശത്ത് ധാരാളം മുസ്ലിങ്ങൾ ഉള്ള ഒരു പ്രദേശമാണ്. പിന്നീട് അതിന്റെ ഇപ്പുറഭാഗത്ത് വരുന്ന, അതായത് അതിന്റെ വടക്കും പടിഞ്ഞാറും അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഭാഗം ഹിന്ദു മെജോറിറ്റി ഉള്ള പ്രദേശം. അപ്പൊ ഈ ഒരു നവഗാലി ഭാഗം ഒരു കൃത്യമായിട്ടൊരു പോക്കറ്റാണ്, ഒരു മുസ്ലിം പോക്കറ്റ് ആയിരുന്നു. സോ ഇവിടെ ഒരു ശക്തമായിട്ടുള്ള സംഘർഷങ്ങൾ നടക്കുകയും ഹിന്ദു മുസ്ലിം വൈരം കയറുകയൊക്കെ ചെയ്ത ഒരു കാലഘട്ടമുണ്ടായി. അപ്പൊ ഇവിടെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഗാന്ധിജി സ്വാതന്ത്ര്യം ലഭിച്ച ആ അർദ്ധരാത്രിയിൽ ഗാന്ധിജി ചെലവഴിച്ചിരുന്നത് ഈ നവഖാലിയിലായിരുന്നു. ഇനി ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് 46 ഡയറക്റ്റ് ആക്ഷൻ ഡേ, അതിന്റെ തുടർച്ചയായിട്ട് കലാപങ്ങൾ വ്യാപിച്ചതാണ് നവഖാലിയിൽ. ഹിന്ദുക്കൾക്കെതിരെ ആക്രമണങ്ങൾ നടന്നു, കൊലപാതകങ്ങൾ നടന്നു, വീടുകൾ കത്തിക്കൽ നടന്നു. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവ വികാസങ്ങള് ഹിന്ദു മുസ്ലിം വ്യത്യാസം ഒന്നും കൂടാതെ സ്ത്രീകളും കുട്ടികളും കടുത്ത രീതിയിൽ അവഹേളനങ്ങളും അതുപോലെ തന്നെ ബലാത്സംഗങ്ങൾക്കും ഒക്കെ വിധേയരാവേണ്ടി വന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. പലരും ഭയന്നിട്ട് വീടുകൾ വിട്ട് അഭയാർത്ഥികളായി മറ്റു പല പ്രദേശങ്ങളിലേക്കും സമാധാനം ലഭിക്കുമെന്ന് തോന്നുന്ന പ്രദേശങ്ങളിലേക്ക് കുടിയേറി പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. 1946 ഒക്ടോബറിൽ ഗാന്ധിജി നവഖാലിയിലെത്തി. അദ്ദേഹം ഏകദേശം 4 മാസത്തോളം നവഖാലിയിൽ തന്നെ തങ്ങി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് നടന്ന് നേരിട്ട് ജനങ്ങളുമായി സംവദിക്കുകയും ജനങ്ങളോട് സമാധാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭീതിയിൽ നിന്ന് അവരെ മുക്തരാക്കാനുള്ള ശ്രമങ്ങൾ ഗാന്ധിജി ഈ ഒരു കാലഘട്ടത്തിൽ നടന്നു. നിരായുധനായ ഗാന്ധിജി ഈ ഗ്രാമങ്ങളിലൂടെ നടന്ന് അവിടെ അദ്ദേഹം സമാധാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഈ ഒരു പീസ് മിഷൻ, ഗാന്ധിജിയുടെ ഈ ഒരു പീസ് മിഷൻ എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ഐക്യം പുനഃസ്ഥാപിക്കുന്നതിന് വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അഹിംസയും സ്നേഹവും സഹിഷ്ണുതയൊക്കെ പ്രചരിപ്പിക്കാനായിട്ട് ഗാന്ധിജി അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ചു. അതിന് ഒടുക്കവും ആ ജീവിതത്തിന്റെ സമാപനം, പരിസമാപ്തി എന്ന് പറയുന്നതും ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കമ്മ്യൂണൽ ചിന്താഗതിക്കാരനായ ഒരു മനുഷ്യന്റെ വിടിയേറ്റുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മരണം വരിക്കുന്നതും രക്തസാക്ഷിത്വം വഹിക്കുന്നതും. എന്തായാലും സ്ത്രീകളുടെ സംരക്ഷണവും അവരുടെ പുനരധിവാസവും ഒക്കെ ഗാന്ധിജി എണ്ണമിട്ട് പറഞ്ഞ അക്കമിട്ട് പറഞ്ഞ കാര്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. അപ്പൊ ജനങ്ങളുടെ സുരക്ഷയും മാന്യതയും ഒക്കെ ഉറപ്പുവരുത്തുന്നത് ഒരു രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഗാന്ധിജി ഇവിടെ നിന്ന്
വിടവാങ്ങുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഉപവാസവും അതുപോലെ ഒരുപാട് നൈതിക സമ്മർദ്ദങ്ങളും ഒക്കെ അദ്ദേഹം നടത്തുകയുണ്ടായി. അക്രമം അവസാനിപ്പിക്കാൻ ഗാന്ധിജി കൃത്യമായിട്ട് അദ്ദേഹം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു നേതാക്കളില്, അതായത് നേതൃത്വത്തിനിടയിൽ. ഇനി കലാപത്തിന്റെ തീവ്രത കുറയ്ക്കാൻ ഗാന്ധിജിയുടെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് മറ്റൊരു പോയിന്റ് ആണ്, പഞ്ചാബ് ആൻഡ് യുണൈറ്റഡ് പ്രൊവിൻസസ് അറ്റ് ദ ടൈം ഓഫ് പാർട്ടീഷന്റെ കാലഘട്ടത്തില്, വിഭജനത്തിന്റെ കാലഘട്ടത്തില് പഞ്ചാബും അതുപോലെ തന്നെ യുണൈറ്റഡ് പ്രൊവിൻസസും എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. 1947 ഇന്ത്യ വിഭജന കാലത്ത് വിവിധ പ്രവിശ്യകള് വ്യത്യസ്ത രീതിയിലാണ് ഈ ഒരു സംഭവത്തോട് പ്രതികരിക്കുകയുണ്ടായത്. അതില് പഞ്ചാബാണ് ഏറ്റവും രൂക്ഷമായ രീതിയിലുള്ള ആക്രമണങ്ങൾ അനുഭവിച്ചത്. അപ്പോ യുണൈറ്റഡ് പ്രൊവിൻസസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ UP ഒക്കെ ഉൾപ്പെടുന്ന ഭാഗമാണ്. താരതമ്യേന വ്യത്യസ്തമായ രീതിയിലാണ് ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത്, കുറച്ചുകൂടി ഒരു മയത്തിലാണ് ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. ഈ പഞ്ചാബ് വിഭജനത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് പഞ്ചാബായിരുന്നു. 2 പഞ്ചാബുകളായിട്ടാണ് വിഭജിക്കപ്പെട്ടത്. പടിഞ്ഞാറൻ പഞ്ചാബ്, അതായത് പടിഞ്ഞാറൻ പഞ്ചാബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പടിഞ്ഞാറ് ഭാഗം അല്ലെ, ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗം ഏതാണ്? പാകിസ്ഥാൻ. ദെൻ കിഴക്ക് ഭാഗം, കിഴക്കൻ പഞ്ചാബ്, ഇന്ന് നമ്മുടെ പഞ്ചാബ് ഉണ്ടല്ലോ, ഈ പഞ്ചാബ് ഉൾപ്പെടുന്ന കിഴക്കൻ പഞ്ചാബ്, ഇങ്ങനെ 2ആയിട്ട് വിഭജിക്കപ്പെട്ടു. അപ്പൊ ഈ പഞ്ചാബിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ടെറിട്ടറിയാണ് പഞ്ചാബ്. ധാരാളം സമ്പത്ത്, നമുക്ക് ഈൽഡിങ് കപ്പാസിറ്റി ഉള്ള ഒരു പ്രദേശമാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. പഞ്ചാബിന്റെ വിഭജനം ഒരു ഇന്ത്യയെ സാമ്പത്തികമായിട്ട്, ഇന്ത്യയും പാകിസ്ഥാനെയും ഒക്കെ ഒരുപോലെ സാമ്പത്തികമായിട്ടും കൂടെയുള്ള പ്രത്യാഘാതങ്ങൾ ഈ പ്രദേശങ്ങളിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഓർക്കുക. അപ്പൊ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും ഏകദേശം സമമായിക്കൊണ്ട് തുല്യ പോപ്പുലേഷനിലെ ഈ 3 വിഭാഗങ്ങൾ അധിവസിച്ച ഒരു പ്രദേശമായിരുന്നു പഞ്ചാബ്. അത് അതിന്റെ വലിയൊരു പ്രത്യേകതയാണ്. അവിടെ 3 മതവിഭാഗങ്ങൾ ഏകദേശം തുല്യ ജനസംഖ്യയിലാണ് ജീവിച്ചിരുന്നത്. അപ്പൊ ഇത് സംഘർഷത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ടുണ്ട്. കാരണം ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തെ അല്ല അറ്റാക്ക് ചെയ്യുന്നത്, ഒരേപോലെ ബലാബലമുള്ള വിഭാഗങ്ങൾ തമ്മിലാണ് അവിടെ സംഘർഷം നടക്കുന്നത്. അത് സംഘർഷത്തിന്റെ രൂക്ഷമാക്കുന്നതിനും കൂടുതൽ തീവ്രത കൂട്ടുന്നതിനും ഒക്കെ തന്നെ കാരണമായിട്ടുണ്ട്. എന്തായാലും ആക്രമണങ്ങളും കലാപങ്ങളും ഒക്കെ രൂക്ഷമായിട്ടുള്ള ഫ്രാക്ടിസൈഡൽ വയലൻസും ഒക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായി. ഗ്രാമങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടു, ആയിരക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടു. ഇങ്ങനെയുള്ള ഒരു മാസ് മൈഗ്രേഷൻ കൂടി ഈ പ്രദേശത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ജനങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുടിയേറ്റങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും അതുപോലെ ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയിലേക്കും ഇങ്ങനെ പലായനം ചെയ്തുകൊണ്ടുള്ള വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുത. ഒരുപാട് സിനിമകളും നോവലുകളും ഒക്കെ ഈ ഒരു ഇതിവൃത്തത്തെ ഇതിനെ ഉപാസിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് പാകിസ്ഥാനിലും ഇന്ത്യയിലും ഒക്കെ ധാരാളം കൃതികൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രെയിൻ മസാക്കേഴ്സ്, ട്രെയിൻ കൂട്ടക്കൊലകൾ ഉണ്ടായിട്ടുണ്ട്. അഭയാർത്ഥികളെ കൊണ്ടുപോയ ട്രെയിനുകളൊക്കെ കൂട്ടക്കുരുതിക്ക് വിധേയമാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. ഇനി യുണൈറ്റഡ് പ്രൊവിൻസസിൽ, യുണൈറ്റഡ് പ്രൊവിൻസ് നമുക്കറിയാം അല്ലെ, കുറച്ചുകൂടി സെക്യൂർഡ് ആയിട്ടുള്ള പ്ലേസ് ആണ്. അതായത് UP എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഹൃദയഭാഗത്ത് നിലകൊള്ളുന്നു. അതിർത്തി പ്രദേശങ്ങളിൽ അല്ലാത്തത് കൊണ്ട് തന്നെ വിഭജനം നേരിട്ട് ഏശാത്ത പ്രദേശമായിരുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും അത് ഇന്ത്യയിൽ തന്നെ തുടരുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ നേരിട്ടുള്ള കലാപങ്ങൾ അവിടെ എത്തിയിട്ടില്ല. പക്ഷെ എങ്കിലും മൊത്തത്തില് ഇന്ത്യയില് ഈ കാലഘട്ടത്തിൽ അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ അവിടെയും എത്തിയിട്ടുണ്ട്. ഇത്രയാണ് യുണൈറ്റഡ് പ്രൊവിൻസസിൽ സംഭവിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് മുസ്ലിം ലീഗിന്റെ സ്വാധീനം എന്തായിരുന്നു ഈ ഒരു വിഭജനത്തില് എന്നുള്ളതായിരുന്നു. മുസ്ലിം ലീഗിന് വളരെ ശക്തമായിട്ടുള്ള ഒരു റോള് ഈ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഈ സംഭവത്തിന് ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാൻ എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിന് മുസ്ലിം ലീഗിന് വലിയ പങ്കുണ്ട്. ഇത് പാകിസ്ഥാൻ എന്ന ആശയം ഇവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ശക്തി പ്രാപിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു ജനസംഖ്യാ ഘടന എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ ഒരു ന്യൂനപക്ഷമായിരുന്നുവെങ്കിലും അവർ രാഷ്ട്രീയമായിട്ട് വളരെ സജീവമായിട്ടുള്ള വിഭാഗമായിരുന്നു. ഇനി ചില സ്ഥലങ്ങളിലൊക്കെ സാമുദായിക സംഘർഷങ്ങളും കലാപങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും പഞ്ചാബിലെ പോലെ വ്യാപകമായ കൂട്ടക്കൊലകൾ മറ്റു പ്രദേശങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല. പഞ്ചാബാണ് ഇതിന്റെ ഏറ്റവും തിക്തഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള പ്രദേശം എന്ന് പറയുന്നത്. ഇനി വലിയ തോതിലുള്ള ജനമാറ്റം ഈ ഒരു പഞ്ചാബില് ഉണ്ടായി. പക്ഷെ അതും യുണൈറ്റഡ് പ്രൊവിൻസസിലേക്ക് ഇത് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. ഈ പ്രദേശങ്ങൾ കുറച്ചുകൂടിയൊക്കെ ഒരു സുരക്ഷിതം എന്ന് ആളുകൾ പ്രതീക്ഷിച്ച സ്ഥലം കൂടിയായിരുന്നു ഈ യുണൈറ്റഡ് പ്രൊവിൻസസ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. കമ്പാരിറ്റീവ്ലി വലിയ ഒരു യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്താവുന്ന പരമാവധി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എങ്കിലും ഒരു പരന്ന വായനയും ആ വായനയിലൂടെ കൂടുതൽ പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ എലാബറേറ്റഡ് ആയിട്ടാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടത്. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.